വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാമക്ഷേത്രം ഭൂരിപക്ഷത്തിന്റെ ആവശ്യമെന്ന സാധികലി തങ്ങളുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി INL. ഗാന്ധിയുടെ രാമരാജ്യമല്ല RSSന്റെ രാമരാജ്യം. ഇതറിയാത്തവരല്ല ലീഗ് നേതൃത്വം. എന്നിട്ടും എന്തിനാണ് അണികളെ മണ്ടന്മാരാക്കുന്നതെന്നും INL നേതാവ് NK അബ്ദുൽ അസീസ് ചോദിച്ചു. PV കുട്ടൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കുട്ടൻ, സാധികലി തങ്ങളുടെ പ്രസ്താവനയ്ക്കെതിരെ ഗുരുതരമായ വിമർശനം ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. INL ഈ ഘട്ടത്തിൽ ഉയർത്തിയ വിമർശനമാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നു വരുന്നതും. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ വിമർശനത്തിൽ ഉന്നയിക്കുന്നു? കാവ്യ, മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് സമ്മേളനവുമായി ബന്ധപ്പെട്ട റാലിയിലാണ് സാദിഖലി തങ്ങൾ ഇത്തരം ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിതതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ ഒരു രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യയിലെ പ്രതിഷ്ഠ എന്നുള്ളത് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ പൂർണ്ണമായും ന്യായീകരിച്ചും അംഗീകരിച്ചും കൊണ്ടുമാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം രാജ്യമെങ്ങും ഇതിന്റെ ഒരു ചരിത്രം അറിയുന്നവരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു വിചിത്രമായ ന്യായീകരണം RSSനെ അനുകൂലിച്ചുകൊണ്ട്, സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ അത്തരമൊരു നിലപാടുമായി രംഗത്ത് വരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ INL ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്ന INL നേതാവ് NK അബ്ദുൽ അസീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. RSSന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതം, അതായത് ഗാന്ധിയുടെ രാമരാജ്യമല്ല RSSന്റെ രാമരാജ്യം. ഇതറിയാത്തവരുമല്ല രാഷ്ട്രീയ നേതാക്കൾ. എന്നിട്ടും എന്തിനാണ് അണികളെ മണ്ടന്മാരാക്കുന്നതെന്നാണ് അബ്ദുൽ അസീസ് ചോദിക്കുന്നത്. ഈ നിലപാടിനെ ലീഗ് അണികൾ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും NK അബ്ദുൽ അസീസ് പറയുന്നു. അതായത് ഇത്തരത്തിൽ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ പൂർണ്ണമായി ന്യായീകരിച്ച്, സംഘപരിവാറിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട്, ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് സാദിഖലി തങ്ങൾ നടത്തിയ ഈ പ്രസ്താവനയെ ലീഗ് അണികൾ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നും INL നേതാവ് NK അബ്ദുൽ അസീസ് പറഞ്ഞു. കാവ്യ.